ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനന്തൻ അലോകിനെ ചോദ്യം ചെയ്യുകയാണ്. ഗർഭിണിയായ പെണ്ണിനെ ചവിട്ടി വീഴ്ത്തുക, ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുക, എന്തു വലിയ തെറ്റാടാ നീ ചെയ്തത് എന്ന് അലോകിനോട് ചോദിക്കുക. ഇത് കേൾക്കുന്ന രാജശ്രീ പറയും, ഒന്ന് പോട്ടെ അനന്തേട്ട, അവനൊരു തെറ്റു പറ്റിയതല്ലേ. ദേ രാജശ്രീ, നീ മിണ്ടരുത്. ഇവൻ ഓരോ തവണ തെറ്റ് ചെയ്യുമ്പോഴും അതിനെ ന്യായീകരിക്കുന്നത് നീ ഒറ്റ ഒരുത്തിയ എന്ന് ചോദിക്കുക. അല്ല, നീ എന്തിനാ അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയത്? ആ അനുശ്രീയുടെ റൂമിൽ എന്തിനാ കയറിയത് എന്ന് ചോദിക്കുകയാണ്. അതെന്തൊരു ചോദ്യമാണ് അനന്തേട്ടാ. അത് പിന്നെ അനുശ്രീ ഇവന്റെ മുറപ്പെണ്ണല്ലേ എന്ന് ചോദിക്കുക. എന്തു മുറ? ആ കുടുംബമായിട്ട് ഇവിടെ ഉള്ളവർക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന് എത്ര തവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാ. അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധമൊന്നും ഇവിടെ സ്ഥാപിക്കാൻ നോക്കണ്ട. അതിന് നമ്മൾ പറയുന്ന അനുസരിച്ചാണോ അനന്തേട്ടാ കുട്ടികൾ ഓരോന്നും ചെയ്യുന്നത്? മിത്രയുടെ വിവാഹം നടന്നത് തന്നെ എങ്ങനെയാ എന്ന് അപ്പ ചോദിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഒരു ബന്ധം കൂടി ആ കുടുംബമായിട്ട് ആരും ഉണ്ടാക്കാൻ നോക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ദേ, ഈ രീതിയിൽ മഹാപാപങ്ങൾ നീ ചെയ്തു കൂട്ടിയാ ഇതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നതും നീ ഒറ്റയ്ക്കായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ അതിലേക്കും കൂടി കൂട്ടുപ്രതിയാക്കരുത് എന്ന് പറഞ്ഞിട്ട് അനന്തരങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പൊ പിന്നാലെ ഓരോരുത്തരായിട്ട് കയറി പോവാ. അപ്പൊ സുകന്യ തന്നെ അവിടെ നിൽക്കുക. അല്ല, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞാണോ സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞത്? അപ്പൊ ഇവര് നേരത്തെ സത്യങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? എന്താ ഇവിടെ നടക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണേ. ഇതേസമയം ദേവമംഗലത്ത് നമ്മുടെ അനുശ്രീ കുറ്റബോധത്തോടെ ആകെ നീറിയിരിക്കുകയാണ്. ഞാൻ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ ദുരിതങ്ങളെല്ലാം എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത്. എൻ്റെ അച്ഛൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടത്, ദേവിയടത്തിക്കും ആനന്ദേട്ടനും അവരുടെ കുഞ്ഞിന് നഷ്ടപ്പെട്ടത് ഒക്കെ ഞാൻ കാരണമാണ്. ഞാനെന്നും പറഞ്ഞ നാശജന്മം കാരണമാണ്. എല്ലാത്തിനും കാരണക്കാരി ഞാനാ എന്നും പറഞ്ഞ് കണ്ണീരോടെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? അവര് എനിക്ക് നൽകിയ സ്നേഹം പോലും മറന്നല്ലേ ഞാൻ അലോകുമായിട്ട് സ്നേഹത്തിലായത്. അതിനുള്ള ഫലമാണ് എനിക്കിപ്പോൾ കിട്ടിയത്. സമയം നമ്മുടെ ബാലൻ അനുവിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനു ചെയ്ത ചതി ബാലൻ ഉൾക്കൊള്ളാൻ പോലും സാധിച്ചിട്ടില്ല. അനുമോൾക്കായിട്ട് പലഹാരങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതും അച്ഛനും മോളും കൂടി ഒരുമിച്ച് കടയിലെ കണക്കുകൾ നോക്കുന്നതും കളി പറയുന്നതും ഒക്കെ ബാലൻ്റെ മനസ്സിലേക്ക് ഓടി ഓടി എത്തുക. അവസാനമായിട്ട് തൻ്റെ മകളുടെ മുറിയിൽ നിന്ന് താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനെ തന്നെ കാണുന്നതും ഒക്കെ ബാലൻ്റെ മനസ്സിലേക്ക് വരുമ്പം ബാലൻ കരയുവാണ് കേട്ടോ. ഇതേ സമയം അടുക്കളയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരുന്ന ഗോമതി ബാലൻ കരയുന്നത് കണ്ട് ഓടിച്ചെല്ലുക. ബാലേട്ട, എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ കരയുന്നേ? ബാലേട്ട കരയല്ലേ എന്ന് പറയാ. എന്താ ബാലേട്ട, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ എന്ന് ചോദിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ എന്ന് പറഞ്ഞ ഗോമതിയുടെ മുന്നിൽ കരയാണ്. ഞാൻ എങ്ങനെയാ സഹിക്കുക? എന്താ ബാലേട്ട, എൻ്റെ മോൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോടോ. എനിക്കത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. നമ്മൾ അവളെ എത്ര സ്നേഹിച്ച് വളർത്തിയതാ എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുക. എന്നിട്ട് അവൾക്ക് എങ്ങനെ തോന്നി? താൻ അവളെ പലപ്പോഴും വഴക്ക് പറയുമ്പോൾ ഞാൻ തടഞ്ഞിട്ടേ ഉള്ളൂ. അവളെ വഴക്കൊന്നും പറയണ്ട, നമ്മുടെ മകൾക്ക് ശരിയും തെറ്റും അറിയാം എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ആൺമക്കളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുമുണ്ട്. പക്ഷേ അനുമോളെ ഞാൻ ഒരിക്കലെങ്കിലും തല്ലിയിട്ടുണ്ടോ എന്ന് ഗോമതിയോട് ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ എന്ത് തെറ്റാ എന്നോട് ചെയ്തത്? എൻ്റെ അനുമോള് അവൾ എന്നോട് ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ. അവളെ ഞാൻ ഒരു ഈർക്കൽ കൊണ്ട് പോലും തല്ലിയിട്ടില്ലല്ലോ. ഗോമതി, തനിക്ക് അറിയാവുന്നതല്ലേ. എന്തിന്? ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല. കളിക്ക് പോലും ഒരു വഴക്ക് പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നു മോള്, ആ മോള ഇന്ന് അച്ഛനോട് ഇത്രയും വലിയൊരു ചതി ചെയ്തത്. അങ്ങനെ ഞാൻ അവളെ വളർത്തിയത്, അങ്ങനെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ബാലേട്ട എന്ന് ഗോമതി ചോദിക്കുക. എന്താടോ നമ്മുടെ മോള് നമ്മളോട് ഇങ്ങനൊരു ചതി ചെയ്തത് എന്നും പറഞ്ഞ് തലയ്ക്കും കൈയും കൊടുത്ത് ബാലൻ ഇരിക്കും. ഇങ്ങനെ സങ്കടപ്പെടല്ലേ ബാലേട്ട, പോട്ടെ ബാലേട്ട, ക്ഷമിച്ച് കള, അല്ലാതെ എന്ത് ചെയ്യാനാ? അപ്പം ബാലൻ ഗോമതിയെ കണ്ണു തുറച്ചങ്ങ് നോക്കും. അവക്കൊരു അബദ്ധം പറ്റിയതാ ബാലേട്ട. എന്ത് അബദ്ധമോ? ക്ഷമിച്ച് കളയണോ ഞാൻ? ഗോമതി, നിനക്ക് എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ തോന്നി? ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ അവൾ ചെയ്തത് എന്ന് ബാലൻ അപ്പം ഗോമതിയോട് ദേഷ്യത്തിൽ ചോദിക്കുക. ഇതേ സമയം അച്ഛൻ്റെ അമ്മയുടെ വർത്താനം കേട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്ന അനു തന്നെ പറ്റിയാ പറയുന്നതെന്ന് അറിഞ്ഞ് മാറി നിൽക്കുകയാണ് കേട്ടോ. ക്ഷമിക്കില്ല ബാലൻ, ഒരിക്കലും അവളോട് ക്ഷമിക്കില്ല എന്ന് പറയാ. ബാലേട്ട, നമ്മുടെ മോളല്ലേ, ക്ഷമിച്ച് കള എന്ന് ഗോമതി വീണ്ടും പറയാണ്. ഞാൻ ആരോട് ക്ഷമിച്ചാലും അവളോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഒരു കൊലപാതകത്തിന് അവൾ സമാധാനം പറയേണ്ട അവസ്ഥയിൽ അവൾ സ്വയം എത്തിയില്ലേ. അവൾ ഇന്നൊരു കൊലപാതകയാ, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്ത ആള്. ഞാൻ ജയിലിൻ്റെ പടി വരെ എത്തിയിട്ട് തിരിച്ചു വന്നതല്ലേ എന്ന് ഗോമതിയോട് വീണ്ടും ബാലൻ ചോദിക്കുകയാണ് കേട്ടോ. ഒരു പേരക്കുഞ്ഞിനെ ലാളിക്കാൻ നമ്മൾ എന്തുമാത്രം കൊതിച്ചതാ എന്ന് ഗോമതിയോട് ചോദിക്കുക. അപ്പം ഇതിനൊന്നും മറുപടി ഗോമതിക്കുമില്ല. എന്തൊക്കെ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടതാ, എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുക. നമ്മുടെ മോൻ്റെയും ദേവിമോളുടെ അവസ്ഥയ്ക്ക് കാരണം ആരാ? അവരുടെ അവസ്ഥ താൻ കാണുന്നില്ലേ എന്ന് ഗോമതിയോട് ചോദിക്കുകയാണ്. അപ്പം ഗോമതി ഇതിനൊന്നും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്.
നമ്മുടെ കുടുംബം നശിച്ച് വെണ്ണീറായില്ലേ? ഇനിയും ഞാൻ അവളോട് ക്ഷമിക്കണം അത്രേ. തനിക്ക് എങ്ങനെ എന്നോടിത് പറയാൻ തോന്നി? ഇതൊക്കെ ആര് കാരണമാണ് സംഭവിച്ചത് എന്ന് ബാലൻ വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അവൾ ഒറ്റ ഒരുത്തിയാണ് ഈ കുടുംബം ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കിയത്. അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു ഇതുപോലൊക്കെ പ്രവർത്തിക്കാൻ? നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ നമ്മുടെ സ്വർഗവാടോ നമ്മുടെ മകളെന്ന് പറയുന്നവള് ഈ രീതിയിൽ തല്ലി തകർത്ത് കളഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ അവിടെ ഇരുന്ന സോഫയിലേക്ക് ഇങ്ങ് ഇരിക്കുക. എല്ലാം നശിപ്പിച്ചില്ലേ അവള്? എങ്ങനെ സാധിച്ചു അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാനാന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും കരയുക. ആ കുഞ്ഞിനെയും കൊന്നു. ഒരു പിഞ്ചു കുഞ്ഞിന് ഈ ലോകം കാണാനുള്ള അവസരമാണ് അവൾ ഒറ്റ ഒരുത്തിയായിട്ട് ഇല്ലാതാക്കിയത് എന്ന് പറയാം. ഈ കുടുംബത്തിൻ്റെ അഭിമാനം അവൾ തകർത്തു എന്ന് പറയുമ്പം ഇതൊക്കെ കേൾക്കുന്ന അനു ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ ജീവിക്കാൻ പോലും തോന്നുന്നില്ല ഗോമതി, എനിക്ക് ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല എന്ന് പറയാം. ഇത് കേൾക്കുന്ന ഗോമതി പേടിച്ച് നിൽക്കുക. ബാലേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പം ബാലൻ പൊട്ടിക്കരയാണ് കേട്ടോ ഗോമതിയുടെ മുന്നിൽ നിന്ന്. ബാലേട്ടാ എന്തൊക്കെയാ ഈ പറയുന്നേ? ബാലേട്ടൻ ഈ പറയുന്നത് എന്തൊക്കെയാന്ന് വല്ല ധാരണയുണ്ടോ ബാലേട്ടാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിക്കുക. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ ബാലേട്ടാ. എനിക്ക് ഈ ലോകത്ത് ബാലേട്ടനല്ലാതെ ആരാ ഉള്ളത്? എടോ, മക്കള് വഴിപിഴച്ചു പോയാൽ അതിന് കാരണക്കാരാരാന്നറിയാവോ? അച്ഛനും അമ്മയും തന്നെയാ. നമ്മൾ നല്ലത് ചൊല്ലി വളർത്താത്തതിൻ്റെ ഫലമാണ് നമ്മുടെ മക്കൾ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മോളെ സ്നേഹിച്ചു, ഇഷ്ടം പോലെ ലാളിച്ചു, പക്ഷേ നല്ലത് പറഞ്ഞ് വളർത്തിയില്ല. അവളുടെ ഉള്ളിലിരിപ്പ് നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മുടെ മകൾ നമ്മളോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയില്ല. ഞാൻ മനസ്സിലാക്കിയില്ല, അതാണ് ശരി എന്ന് ഗോമതിയെ നോക്കി ബാലൻ വീണ്ടും പറയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പം നമ്മുടെ അനുവിന് ആകെ സങ്കടം വരിക. പലപ്പോഴും അവളെ ശാസിക്കുകയും ശിക്ഷിക്കാനും ഒക്കെ ശ്രമിച്ച് നല്ല വഴിക്ക് നടത്താൻ നോക്കുമ്പോൾ ഞാനാ അതിന് ശ്രമിക്കാതിരുന്നത്. ഞാനാ തന്നെയും കൂടി ശാസിച്ചു. എൻ്റെ മോള് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച ഒരു പമ്പരവിട്ടിയായ ഒരു അച്ഛനാടോ ഞാൻ. ഇത്രയും ഗതികെട്ട ഒരു അച്ഛൻ ഈ ലോകത്ത് ആരും കാണില്ല. സ്വന്തം മക്കളെ ഇത്രയേറെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ട ഒരു അച്ഛൻ എന്ന് പറഞ്ഞ് ബാലൻ പൊട്ടിക്കരയുക. എന്നെ പോലൊരാൾക്ക് ജീവിക്കാൻ എന്ത് യോഗ്യതയാടോ ഉള്ളത്? അയ്യോ ബാലേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുക. ഈ കുടുംബത്തിൻ്റെ നെടുതൂൺ ബാലേട്ടനല്ലേ? ഈ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് കരകയറ്റേണ്ട ആളും ബാലേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ബാലനെ മനസ്സ് ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇതേസമയം ഇനിയും അച്ഛൻ്റെ വായിൽ നിന്ന് ഒന്നും കേൾക്കാൻ ത്രാണിയില്ലാതെ അനു അവിടുന്ന് തൻ്റെ മുറിയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ബാലനാണ് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞ് ആശ്വസിക്കണമെന്ന് പോലും അറിയാതെ ഗോമതി സങ്കടപ്പെട്ട് ബാലനെ നോക്കി നിൽക്കുകയാണ്. ബാലേട്ട ഇങ്ങനൊന്നും പറയരുത് ബാലേട്ട, എനിക്ക് സങ്കടം വരിക എന്ന് പറയാം. സമയം കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് എത്തിയ അനു അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും ഓർത്ത് പൊട്ടിക്കരയാണ് കേട്ടോ. താൻ ഒറ്റ ഒരാൾ കാരണമാണ് ഈ കുടുംബത്തിന് ഈ വിധം നാശമുണ്ടായത്. അച്ഛനല്ല മരിക്കേണ്ടത്, ഞാനാ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എത്രമാത്രം സ്നേഹിച്ചു, വിശ്വസിച്ചു. എന്നിട്ട് പകരം ഞാൻ അവർക്ക് എന്താ നൽകിയത്? അവർ സ്വപ്നം പോലെ കൊണ്ടു നടക്കുന്ന ഈ കുടുംബത്തെ തകർത്ത് അവരുടെ കയ്യിൽ കൊടുത്തു. എൻ്റെ അച്ഛനല്ല മരിക്കേണ്ടത്, ഈ ഞാനാ. ഈ നാശം പിടിച്ച മകള്, ഈ കുടുംബത്തിൻ്റെ ശാപമായ ഈ മകള് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല അച്ഛാ എന്നും പറഞ്ഞ് മരിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ലെറ്ററിൽ അച്ഛനായിട്ട് ഒരു കത്ത് എഴുതി വെക്കുക. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെയാണ്. ഞാൻ എൻ്റെ ചില തീരുമാനങ്ങൾ കാരണം ഇവിടെ എല്ലാവരും വേദനിക്കേണ്ടി വന്നു. എനിക്കത് ശരിയായിട്ടാണ് തോന്നിയത്. എൻ്റെ ഓരോ തീരുമാനങ്ങളും സ്വപ്നങ്ങളും ഈ കുടുംബത്തിൻ്റെ നാശത്തേക്കുള്ള വഴിയാകുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. ഇനിയും ഞാൻ ഇവിടെ ജീവിച്ചിരിക്കാൻ അർഹയല്ല എന്നൊക്കെ എഴുതി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് മരിക്കാനായിട്ട് തീരുമാനിച്ച ഒരു കത്തിയെടുത്ത് ഞരമ്പ് മുറിക്കാനായിട്ട് തുടങ്ങുക. പെട്ടെന്നാണ് അനുവിൻ്റെ റൂമിൻ്റെ വാതിലിൽ നമ്മുടെ മീനു മുട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അനു ആകെ പതർച്ചയോടെ നിൽക്കുക. ആ കത്തിയും ലെറ്ററും ഒക്കെ മാറ്റി വെച്ചിട്ട് മുഖത്തെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് വാതിൽ തുറക്കാനായിട്ട് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ വാതിൽ തുറക്കുമ്പം അനുവിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മീനുവിന് സംശയം തോന്നുക. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, നീ എന്താ കതക് തുറക്കാൻ താമസിക്കുന്നത് എന്ന് മീനു അനുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല എന്നും പറഞ്ഞ് ആകെ വിറച്ച് നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ അനു എഴുതിയ കത്ത് മീനുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതെന്താ എന്നും ചോദിച്ച് മീനു അനുവിൻ്റെ കൈ തട്ടിമാറ്റി അതെടുക്കുക. അത് വായിച്ചു നോക്കുന്ന മീനു തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താണു നീ എഴുതി കൂട്ടി വെച്ചിരിക്കുന്നത്? എന്തായിരുന്നു ഇതിനൊക്കെ അർത്ഥമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ നീ ചെയ്യാൻ പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നും ചോദിച്ച് അവളെ പിടിച്ച് കുലുക്കുകയാണ് കേട്ടോ.
അനുവിനെ പിടിച്ച് ഒരു തല്ലാനായിട്ട് കൈ ഓങ്ങുക. എന്നെ തല്ലിക്കോ, എത്ര വേണേലും തല്ലിക്കോ, എങ്കിലും എനിക്ക് സമാധാനം വേണം. നീ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ആകുമോ അനു എന്ന് മീനു ചോദിക്കുക. ഇനി എന്തിനാ ചേച്ചി ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത്? ഞാൻ കാരണമല്ലേ ഈ കുടുംബം ഇതുപോലെ നശിച്ചു പോയത്, നമ്മുടെ ഏടത്തിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയത്, എൻ്റെ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത്. അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്താൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാകുമോ അനു എന്ന് മീനു ദേഷ്യത്തോടു കൂടി ചോദിക്കുക. ഏടത്തിക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമോ, അതോ അച്ഛൻ്റെ വേദനയും സങ്കടവും ഒക്കെ മാറുമോ, അച്ഛൻ അതോടുകൂടി പഴയ ബാലനായി മാറുമോ? നീ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അവർ കൂടുതൽ വിഷമിക്കുകയല്ലേ ഉള്ളൂ അനു, അതിനെപ്പറ്റി വല്ല ചിന്തയും നിനക്കുണ്ടോ എന്ന് മീനു ദേഷ്യപ്പെട്ട് വീണ്ടും വീണ്ടും അനുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന അനു കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? അവരുടെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് ത്രാണിയില്ല. എത്ര നേരമാണ് ഞാൻ ഇങ്ങനെ സഹിച്ച് ജീവിക്കണ്ടേ എന്നും ചോദിച്ച് അനു വീണ്ടും വീണ്ടും കരയുക. അപ്പം അനുവിൻ്റെ അവസ്ഥ കാണുമ്പോൾ മീനുവിന് സഹതാപം തോന്നുക. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് എൻ്റെ അച്ഛനാ ചേച്ചി. ഇപ്പം എന്നോട് വെറുപ്പാ എൻ്റെ അച്ഛന്. എൻ്റെ അച്ഛൻ എന്നോട് അത്രയേറെ വെറുപ്പാ. ഞാൻ തെറ്റുകാരിയല്ലെന്ന് ഈ എൻ്റെ അച്ഛന് മുന്നിൽ തെളിയിക്കാൻ മരണമല്ലാതെ എൻ്റെ കയ്യിൽ ഒരു ഉത്തരവും ഇല്ല ചേച്ചി. ഞാൻ മരിച്ചാലെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എൻ്റെ അച്ഛൻ വിശ്വസിക്കൂലോ എന്ന് പറയാം. അനു, നീ എന്തൊക്കെയാ പറയുന്നത്? മോളെ, മനസ്സ് കൈവിട്ടു പോകുമ്പോൾ നമുക്ക് പലതും ഇങ്ങനെ മനസ്സിൽ തോന്നും. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ നിൽക്കരുത്. ഒരു എടുത്തുചാട്ടത്തിന് നമ്മൾ എടുത്തൊരു തീരുമാനം ചിലപ്പം ഒരു കുടുംബത്തെ മുഴുവനും ദുഃഖത്തിൽ ആഴ്ത്തി കളയും. നിന്നെ മനസ്സിലാക്കാൻ അച്ഛന് കുറച്ച് സമയം കൂടി നീ കൊടുക്കും മോളെ എന്ന് പറയാം. ചേച്ചി, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് അച്ഛൻ ചിന്തിക്കുന്ന ഒരു ദിവസം വരും. എൻ്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കുമോ ചേച്ചി എന്ന് ചോദിക്കുമോ? എന്നോട് ക്ഷമിക്കുമോ? ക്ഷമിക്കും. നമ്മുടെ അച്ഛൻ നിന്നോട് ക്ഷമിക്കും മോളെ. അതിന് നീ കുറച്ച് സാവകാശം കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ കടുങ്കയൊക്കെ ചെയ്യരുത്. ഇനി ഇതിലോട്ട് ശ്രമിക്കുകയും ചെയ്യരുത്. എനിക്ക് വാക്ക് താ എന്ന് മീനു പറയാണ് കേട്ടോ. അപ്പം മീനുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അനുവിനൊന്ന് സമാധാനം തോന്നുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.